നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വെളി ചെറിയ മഴയുണ്ട്, അതുകൊണ്ട് തന്നെ സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ ഫസ്റ്റ് തന്നെ പറയാനായിട്ടുള്ളത് ഫ്ലോറിയം വിറ്റ്സ് ടു ലിവർപൂൾ, ഹിയർ വി ഗോ വന്നിട്ടുണ്ട്. ഫൈനലി ലിവർപൂൾ ഫാൻസ് നോക്കിയിരുന്ന ആ വാർത്ത വന്നിരിക്കുകയാണ്. 150 മില്യൺ യൂറോസിന്റെ ടോട്ടൽ പാക്കേജ് ആഡ് ഓൺസ് ഉൾപ്പെടെ ആയിരിക്കും ഫ്ലോറിയം വിറ്റ്സ് ലെവർകൂസനിൽ നിന്നും ലിവർപൂളിലോട്ട് എത്തുക. സോ ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഒരു സാഗയാണ്. ഫൈനലി കാര്യങ്ങൾ ഹിയർ വി ഗോ വന്നിരിക്കുകയാണ്. വെർബൽ അഗ്രിമെന്റ്, എവറിത്തിങ് ഈസ് റീച്ച്. സോ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് സൂൺ പ്രതീക്ഷിക്കാം എന്നാണ് കേൾക്കുന്നത്. സോ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ജോൺ ഗാർഷ്യ ടു ബാർസലോണ ഈസ് ഓൾസോ ഹിയർ വി ഗോ. അവസാന നിമിഷം സംഭവങ്ങളൊന്നും നടന്നില്ല, കാര്യങ്ങൾ സ്മൂത്തായിട്ട് തന്നെ പോയി. 25 മില്യൺ യൂറോസിന്റെ റിലീസ് ക്ലോസ് ബാർസലോണ പേ ചെയ്യും. സോ താരത്തിന്റെ വില്ലിംഗ്നെസ്സും അതുപോലെ തന്നെ ബാർസലോണയുടെ വില്ലിംഗ്നെസ്സും ഒഫീഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സും മറ്റുമൊക്കെ ലാലിഗയുടെ മുമ്പിൽ ഇന്നലെ ഫോർവേഡ് ചെയ്തു. സോ ഇനി ബാർസ ഒഫീഷ്യലി ആ പേയ്മെന്റ് ഉടനെ ചെയ്ത് കാര്യങ്ങൾ ഡണ്ണാക്കും. സോ ആളൊരു 5 വർഷം കോൺട്രാക്ട് ആക്കിയും ബാർസലോണയിൽ സൈൻ ചെയ്യുക എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ തന്നെ ബാർസലോണയുടെ കാര്യം പറയുമ്പോഴേക്കും ഇവാൻ പെറിസിച്ച് ഇപ്പം PSVയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ്. ആൾ ഈ സീസൺ ഫ്രീ ഏജന്റ് ആണ്. കഴിയുമ്പോഴേക്കും PSV ആളുടെ മുമ്പിൽ പ്രപ്പോസൽ വിട്ടു എന്ന് കേൾക്കുന്നുണ്ട്. കൂടാതെ മറ്റ് പല ക്ലബ്ബുകളും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ടോപ്പ് ക്ലബ്ബുകളോ മറ്റോ ഒന്നുമല്ല, മറ്റേ PSV കളി എറഡിവിസിയിലെ മറ്റ് ക്ലബ്ബുകളും ബുണ്ടസ് ലീഗയിലെ ക്ലബ്ബുകൾ ലിങ്ക്സ് കാണുന്നുണ്ട്. കൂടാതെ ക്രൊയേഷ്യ എന്ന ചില ലിങ്ക്സ് കാണുന്നുണ്ട്. സോ പക്ഷെ താരത്തിന്റെ ഒരു ഡ്രീമാണ് ലലീഗയിൽ വന്നൊന്നു പറയാൻ കളിക്കുക എന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ആൻഡ് ബാർസലോണ ഈസ് കൺസിഡറിങ് ദ സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് വാർത്തകൾ നേരത്തെ വരുന്നുണ്ടായിരുന്നു. ആദ്യമേ നമ്മളൊരു ചുമ്മാ ഒരു ലിങ്ക്സ് മേ ബി ഇൻട്രസ്റ്റ് ആണ് വരുന്ന ബാർസലോണ എന്ന് എക്സ്പ്ലോർ ചെയ്താണ്. പക്ഷെ ഇപ്പോഴത്തെ വാർത്തകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാൻസി ഫ്ലിക്ക് പെറിസിച്ച് വരുന്നതിന് എതിരല്ല, ഹീസ് ഇൻ സപ്പോർട്ടീവ് ഓഫ് ദാറ്റ് സിറ്റുവേഷൻ എന്നുള്ള രീതി കേൾക്കുന്നുണ്ട്. കാരണം ബാർസലോണയുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഇപ്പം വെച്ചുകൊണ്ട് മേ ബി ബാർസലോണയുടെ അൾട്ടിമേറ്റ് എയിം ലൂയിസ് ഡിയാസിനെ തന്നെ മതി എന്നാണ് ഡെക്കോയുടെ ഫൈനൽ വെർഡിക്റ്റ്. ലൂയിസ് ഡിയാസിനെ കിട്ടിയില്ലെങ്കിൽ മാത്രമേ വേറെ ഓപ്ഷൻസിലോട്ട് താൻ പോകത്തുള്ളൂ എന്നുള്ള വാശിയിലാണ് ഡെക്കോ എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കൂടാതെ ഈവൻ ഇഫ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ലൂയിസ് ഡിയാസിനെയോ മറ്റേതിലും ഇങ്ങനെ സൈൻ ചെയ്യുന്നതിന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇവാൻ പെറിസിച്ച് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, 36 വയസ്സുകാരനാണ്, ഒരു 1 ഇയർ കോൺട്രാക്ട് കൊടുത്തുകൊണ്ട് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ സീസൺ 16 ഗോളും 10 അസിസ്റ്റും ഉണ്ട് ആൾക്ക് PSVക്ക് വേണ്ടി ലീഗിൽ. സോ അതിനകത്ത് തന്നെ മേ ബി ഒരു 1 ഇയർ കോൺട്രാക്ട് അറ്റ്ലീസ്റ്റ് ആരും ഇല്ലെങ്കിൽ അഥവാ ബാർസലോണയുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വെച്ച് ലാസ്റ്റ് സൈനിങ്സ് ഒന്നും നടക്കാത്ത ഒരു അവസ്ഥ വരുവാണെങ്കിൽ ലലീഗയുടെ ഒഫീഷ്യൽ വെർഡിക്റ്റ് വന്നതിന് ശേഷം പെറിസിച്ച് അത്യാവശ്യം യൂസ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ആൻഡ് ആളിപ്പോഴും ഔട്ട്പുട്ട് കൊടുക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. സോ ബാർസലോണ ആ ഒരു ഓപ്ഷൻ എക്സ്പ്ലോർ ചെയ്യുന്നത് ഇപ്പം നമുക്ക് കുറച്ച് ജെന്യുവിനായിട്ട് തോന്നുന്നുണ്ട്. എസ്പെഷ്യലി ഹാൻസി ഫ്ലിക്ക് ഈസ് ഓക്കെ വിത്ത് ദ സൈനിങ് എന്നുള്ള റിപ്പോർട്ടുകൾ അത്യാവശ്യം റിലയബിൾ സോഴ്സുകളിൽ നിന്ന് വരുന്നുണ്ട്. സോ എല്ലാം കൂടെ നോക്കുമ്പോഴേക്കും ഇവാൻ പെറിസിച്ച് ടു ബാർസലോണ, ഈവൻ ഇഫ് നമ്മളൊരു വിങ്ങറിനെ സൈൻ ചെയ്താലും ഇല്ലെങ്കിലും മൈറ്റ് ഹാപ്പൻ എന്നൊരു ഫീലാണ് ഇപ്പോഴുള്ളത്. സോ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം. ഫോർ മീ മേ ബി സാലറി വളരെ കുറവായിട്ടുള്ളൊരു സാലറി ആയിരിക്കും ആൾ വരിക. കൂടാതെ ഫ്രീ ഏജന്റ് ആണ്, മേ ബി നോട്ട് എ ബാഡ് ഓപ്ഷൻ അല്ലേ. 1 ഇയർ എങ്കിൽ 1 ഇയർ വന്നിക്കട്ടെ, ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയറുമായി. പിന്നെ അത്യാവശ്യം യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മൾ ബാർസലോണയുടെ സിറ്റുവേഷനാണ്, ലീഗ അവസാനം എന്താണ് പണി തരാൻ പോകുന്നത് നമുക്കറിയത്തില്ല. സോ എക്സ്പ്ലോർ ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. അവിടുന്ന് നമ്മൾ ഇന്നലെ നടന്ന കുറച്ച് സംഭവങ്ങൾ എന്ന് പറയാനായിട്ടാണ്, സെസ്കോയ്ക്ക് വേണ്ടി അൽ ഹിലാൽ ഓഫറുമായി വന്നതായിട്ട് ബെൻ ജേക്കബ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ബെൻ ജേക്കബ്സ് വെൻ ഇറ്റ് കംസ് ടു സൗദി പ്രോ ലീഗ് അത്യാവശ്യം റിലയബിൾ ആണ്. സോ പുള്ളിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം അൽ ഹിലാലിന്റെ ട്രാൻസ്ഫർ ടാർഗറ്റിൽ ഇപ്പോൾ സെസ്കോ ഉണ്ടെന്നും സെസ്കോയുടെ ഏജന്റിനെ സമീപിച്ചെന്നും പറയുന്നുണ്ട്. സോ സെസ്കോയും തന്റെ ഏജന്റും ആ റിപ്പോർട്ട് പറയുന്നത് ക്ലബ് വേൾഡ് കപ്പിന് എന്തായാലും വരാനായിട്ട് പ്ലാൻ ഇല്ല, ക്ലബ് വേൾഡ് കപ്പിന് ശേഷമേ താനൊരു ഡിസിഷൻ അഥവാ കാര്യങ്ങൾ നീങ്ങത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. സെസ്കോ ആർസണലോട് പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്ത് നിൽക്കുകയാണെന്നും 80 മില്യൺ പൗണ്ട്സിന്റെ 80 മില്യൺ യൂറോസിന്റെ ഒരു ആസ്കിംഗ് പ്രൈസ് ആണ് ലൈപ്സിഗ് വെച്ചിരിക്കുന്നത്. അത് കൊടുക്കാൻ ആർസണൽ റെഡി അല്ലെന്നുമാണ് കേൾക്കുന്നത്. സോ അതേസമയത്ത് അൽ ഹിലാൽ ഡീൽ എൻട്രായ ഡെഫിനറ്റ്ലി ദേ വിൽ സ്പെൻഡ് ക്യാഷ്. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. അവിടെ നമ്മൾ റോഡ്രിഗോയുടെ കാര്യത്തിൽ അത്ലറ്റിക് ഒരു റിപ്പോർട്ട് വിട്ടിരിക്കുന്നത്, റോഡ്രിഗോ റയൽ മാഡ്രിഡ് വിടാനായിട്ടുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നത് റോഡ്രിഗോ ഈ ക്ലബ് വേൾഡ് കപ്പിലെ ആളുടെ റോൾ അനുസരിച്ചിരിക്കും ആളുടെ ഫ്യൂച്ചർ എന്നുള്ള രീതിയിലാണ്. കാരണം ആള് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് ആളെ ഒന്നെങ്കിൽ സെൻട്രലി അല്ലെങ്കിൽ ലെഫ്റ്റിൽ കളിപ്പിക്കണം, കൂടാതെ ആൾക്ക് പ്രൊമിനൻ്റ് ആയ റോൾ കൊടുക്കും എന്നുള്ള ഒരു ഗ്യാരണ്ടിയും ആൾക്ക് വേണമെന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. സോ ആൾക്ക് ഈ റൈറ്റിൽ കിടന്നും മറ്റും കളിക്കാനായിട്ടുള്ള പ്ലാൻ ഇല്ല എന്ന് കേൾക്കുന്നു. ആൻഡ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ ഈ സിറ്റുവേഷനിൽ അവെയർ ആണെന്ന് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ആർസണലിന്റെ പേര് അവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ആർസണൽ ക്ലിയർലി മോണിറ്ററിങ് ദ സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ
കീപ്പ് ആൻ ഐ ഓൺ റോഡ്രിഗോ. എനിക്കൊന്ന് ക്ലബ് വേൾഡ് കപ്പിലെ റോഡ്രിഗോയുടെ കളിക്കുന്ന പൊസിഷൻ ആൻഡ് കിട്ടുന്ന മിനിറ്റ്സ് വളരെ ക്രൂഷ്യൽ ആയിരിക്കും പുള്ളി റയലിൽ നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ. സോ ലെറ്റ് സി. അവിടെ നമ്മൾ മറ്റു റിപ്പോർട്ട്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ സിരിയ മാച്ചുകൾ നെക്സ്റ്റ് സീസൺ ഓസ്ട്രേലിയയിൽ നടത്താനായിട്ടുള്ള കാര്യങ്ങൾ സീരിയസ്ലി നീങ്ങുന്നതായിട്ട് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇയർ അതായത് 2026 നടക്കാൻ പോകുന്ന AC മിലാൻ വേഴ്സസ് FC കോമോ മാച്ച് പെർത്തിൽ നടത്താനായിട്ട് ഇപ്പം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സ് ഇത് നേരത്തെ തൊട്ട ഇപ്പോൾ ലലീഗ സൗദിയിലും മറ്റുമൊക്കെ ചില USA ഒക്കെ ചില ലലീഗ മാച്ചുകൾ നടത്തുന്നതിനെ കുറിച്ചൊക്കെ പ്രപ്പോസൽ ലാസ്റ്റ് സമ്മറിലെ വിട്ടാണ്. അത് അവസാനം ക്ലബ്ബുകളെല്ലാം കൂട്ടി ഇത് ഡിസിഷൻ മാറ്റിയതാണ്. പക്ഷെ ഇതിപ്പം സിരിയ ക്ലബ്ബുകളിൽ ഇപ്പം AC മിലാനും കോമോയുടെ മാനേജ്മെന്റും ഇതിനെ സപ്പോർട്ടീവ് ആണെന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതിങ്ങനെ സീരിയസ്ലി നീങ്ങത്തില്ല. ആൻഡ് സിരിയ നമുക്കറിയാം ഫൈനാൻഷ്യലി ഫണ്ട് റേസ് ചെയ്യേണ്ട ആവശ്യം അവർക്കുണ്ട്. സോ മേ ബി ഇത് ബിഗിനിങ് ഓഫ് സംതിങ് അല്ല. ഇപ്പം സിരിയ ക്ലബ്ബുകൾ പതുക്കെ ഇത് തുടങ്ങും. ഓസ്ട്രേലിയ ആവും, പിന്നെ USA ആവും, സൗദി ആവും. സോ അങ്ങനെ ഓരോരോ രാജ്യങ്ങളിൽ ലീഗ് മാച്ചുകൾ കളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇനിയും വരാം. സോ നെക്സ്റ്റ് സീസൺ സിരിയയിൽ മേ ബി ഇതിൻ്റെ ഒരു ട്രയൽ റൺ തുടങ്ങുമായിരിക്കും. ലെറ്റ്സ് സീ. അവിടെ സിരിയ തന്നെ നിൽക്കുവാണെങ്കിൽ യൂണസ് മൂസയ്ക്ക് വേണ്ടി നാപ്പോളി ടോക്സ് തുടങ്ങിയിട്ടുണ്ട്. AC മിലാൻ മിഡ്ഫീൽഡറിൽ ആന്റോണിയോ കോണ്ടയ്ക്ക് ഇൻട്രസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഇപ്പം FC കോമോയുടെ കാര്യം പറഞ്ഞപ്പോൾ FC കോമോ 25 മില്യൺ യൂറോസിന് ഡൈനാമോ സാഗ്രബിന്ന് ക്രൊയേഷ്യൻ ഇന്റർനാഷണൽ ആയ മാർട്ടിൻ ബട്രുവേനെ സൈൻ ചെയ്തിരിക്കുകയാണ്. സോ അവിടെ നിന്ന് അടുത്ത അപ്ഡേറ്റ് പറഞ്ഞിട്ടാണ് ലെവർകൂസൻ റാസ്മസ് ഹോയ്ലൻഡിന്റെ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അവിടുന്ന് മോർഗൻ റോജേഴ്സ് ചെൽസി ലിങ്ക്സ് വീണ്ടും സ്ട്രോങ് ആയി വരുന്നുണ്ട്. മോർഗൻ റോജേഴ്സിൽ ചെൽസിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. മേ ബി ആഫ്റ്റർ ക്ലബ് വേൾഡ് കപ്പ് അവർ സീരിയസ്ലി ഡിസ്കസ് ചെയ്യും. ആൻഡ് മോർഗൻ റോജേഴ്സിനെ വിൽക്കാനായിട്ട് ആസ്റ്റൺ വില്ല റെഡി ആണെന്നും വാർത്തകൾ വരുന്നുണ്ട്. 80 മില്യൺ പൗണ്ട്സിൽ കുറഞ്ഞ് വിൽക്കത്തില്ല എന്നാണ് അവരുടെ വാശി. സോ ചെൽസിയുടെ ഒരു ഡ്രീം ടാർഗറ്റ്സിലൊന്നാണ്. ആൻഡ് ചെൽസിയുടെ കാര്യം പറയുമ്പോഴേക്കും ജെർമി ഗിറ്റൻസിന് വേണ്ടി ചെൽസി ആഫ്റ്റർ ദ ക്ലബ് വേൾഡ് കപ്പ് ഇനിയും പോകത്തുള്ളൂ. 50 മില്യൺ യൂറോസിന്റെ ഒരു ഓഫർ ഇമ്മീഡിയറ്റ്ലി റിജക്ട് ചെയ്തിരിക്കുകയാണ് ബൊറൂസിയ ഡോർട്ട്മുണ്ട്. അവർക്ക് ക്ലബ് വേൾഡ് കപ്പിന് മുമ്പ് പ്ലെയറിനെ വിട്ടു വരണമെങ്കിൽ കൂടുതൽ വേണമെന്നാണ് ഡിമാൻഡ്. സോ ക്ലബ് വേൾഡ് കപ്പിന് ശേഷം ഗിറ്റൻസ് ഡീലിൽ ചെൽസി എൻ്റർ ആവുമായിരിക്കും. അത് പേഴ്സണൽ ടൈംസ് എല്ലാം അഗ്രീഡ് ആണ്. ഒരു 7 ഇയർ കോൺട്രാക്റ്റിൽ നിന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ ആഫ്റ്റർ ദ ക്ലബ് വേൾഡ് കപ്പ് നോക്കാം. അതുപോലെ തന്നെയാണ് ചെൽസിയുടെ കാര്യത്തിലൂടെ നിൽക്കുമ്പോൾ ചെൽസി മൈക്ക് മാൻ ഡീലിൽ നിന്ന് പുൾ ഓഫ് ചെയ്തിരിക്കുകയാണ് ആസ് ഓഫ് നൗ. സോ ക്ലബ് വേൾഡ് കപ്പിന് ശേഷം ഇനിയും പോകുമെന്ന് അറിയത്തില്ല. ഈ സെയിം സിറ്റുവേഷൻ ക്ലബ് വേൾഡ് കപ്പിന് പ്ലെയറിനെ വിട്ടു വരണമെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് വരണം എന്നുള്ള രീതിയിലാണ് AC മിലാൻ ഡിമാൻഡ് ചെയ്തത്. സോ ക്ലബ് വേൾഡ് കപ്പിന് മുമ്പ് എന്തായാലും സൈൻ ചെയ്യുന്നില്ല. ക്ലബ് വേൾഡ് കപ്പിന് ശേഷം തിരിച്ചു വരുമോ ഇല്ലയോ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ന്യൂകാസിൽ യുണൈറ്റഡ് ജെയിംസ് സ്ട്രാഫോർഡിൽ ബേൺലിയുടെ ഗോൾ കീപ്പറായ ജെയിംസ് സ്ട്രാഫോർഡിൽ ഇൻട്രസ്റ്റഡ് ആണ്. ടോക്സ് തുടങ്ങി. രണ്ട് പാർട്ടീസും തമ്മിൽ 30 മില്യൺ പൗണ്ട്സിന്റെ ഒരു പാക്കേജാണ് ബേൺലി ആവശ്യപ്പെടുന്നത്. അവിടുന്ന് നമ്മൾ നോക്കാനായിട്ടാണ് ഫ്രാങ്കോ മസ്തുവാൻഡോനെ റയൽ മാഡ്രിഡ് ക്ലബ് വേൾഡ് കപ്പിൽ തങ്ങളോടൊപ്പം കളിപ്പിക്കത്തില്ല. താരം റിവർ പ്ലേറ്റിന് വേണ്ടിയായിരിക്കും മസ്തുവാൻഡോനോ കളിക്കാനായിട്ട് പോകുന്നത്. സോ ആഫ്റ്റർ ദ ക്ലബ് വേൾഡ് കപ്പ് മസ്തുവാൻഡോനോ റയൽ മാഡ്രിഡ് ടീമിൽ ജോയിൻ ചെയ്യുന്നതാണ്. അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം തോമസ് ഫ്രാങ്ക് ടു ഹിയർ വി ഗോ വന്നിട്ടുണ്ട്. തോമസ് ഫ്രാങ്ക് ടു ടോട്ടൻഹാം ഹോട്ട്സ്പർ 10 മില്യൺ പൗണ്ടിന്റെ ഒരു റിലീസ് ക്ലോസ് അല്ല, 10 മില്യൺ പൗണ്ടാണ് ഫീസായിട്ട് അഗ്രി ചെയ്തിരിക്കുന്നത് രണ്ട് ബ്രെൻഫോർഡും ആയിട്ട്. സോ 10 മില്യൺ പൗണ്ട്സ് പേ ചെയ്ത് കൊണ്ടുവരും. ആൻഡ് തോമസ് ഫ്രാങ്കിന്റെ സൈനിങ്സിൽ വൺ ഓഫ് ദ ഡിമാൻഡ്സ് ആയി സെമന്യോ മാറി എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ ദിവസം സെമന്യോ ആയിട്ട് ഡാനിയൽ ലേവി പേഴ്സണൽ ടോക്സ് നടത്തി സെമന്യോയുടെ ക്യാമ്പുമായിട്ടെന്നാണ് അലക്സ് ക്രൂക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. സെമന്യോ പ്ലെയറുമായിട്ടും പ്ലെയറിന്റെ ഏജന്റുമായിട്ടും കേൾക്കുന്നുണ്ട്. സോ അവിടുന്ന് സെമന്യോയ്ക്ക് 70 മില്യൺ പൗണ്ട്സ് ആണ് ക്ലബ്ബ് ഡിമാൻഡ് ചെയ്യുന്നത്. 70 ഫസ്റ്റ് ഡിമാൻഡ് 70 സെമന്യോയ്ക്ക് വേണ്ടി പല ക്ലബ്ബുകളും സമീപിച്ചു. അപ്പോഴെല്ലാം 70 മില്യൺ പൗണ്ട്സ് ആണ് താരത്തിന്റെ പ്രൈസ് എന്ന് ഉള്ള രീതിയിലാണ് ബോൺമുത്ത് അവിടെ നിൽക്കുന്നത്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ബ്രൈറ്റൺ മറ്റൊരു വണ്ടർക്കിഡ് ആവോ ഇല്ലയോ എന്നറിയത്തില്ല. ഗ്രീക്ക് ഇന്റർനാഷണൽ 18 വയസ്സുകാരനായ ചറാലാംബോസ് കൊസ്തുലാസ് എങ്ങനെയാണെന്ന് തോന്നുന്നു കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്കറിയത്തില്ല. 34 മില്യൺ പൗണ്ട്സ് ആണ് 18 വയസ്സുകാരനായ ഒരു ഗ്രീക്ക് ഫുട്ബോളറിനെ ഒളിമ്പ്യാക്കോസിൽ നിന്ന് നമ്മൾ നോക്കാനായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ സീസൺ 22 കളികളിൽ നിന്ന് 7 ഗോൾ മാത്രമാണ് ആൾ സ്കോർ ചെയ്തത്. വെച്ച് 185 സെന്റിമീറ്റർ ഉയരം. ആള് ഒരു ഫോൾസ് ലൈൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ഫോർവേഡ് ആണെന്നാണ് റിപ്പോർട്ട് കണ്ടപ്പോൾ കണ്ടത്. സോ ലെറ്റ്സ് സീ ചറലാംബോസ് കൊസ്തുലാസ് കൊസ്തുലാസ് ഇനി അടുത്ത സീസൺ ചറലാംബോസ് കൊസ്തുലാസ് എന്നല്ലോ പറഞ്ഞ് കമന്റേറ്റേഴ്സിന്റെ ഒക്കെ ഇത് കേൾക്കാം. ലെറ്റ്സ് സീ എങ്ങനെ പോകുന്നത്. ലെറ്റ്സ് സീ അവിടുന്ന് നമ്മൾ അടുത്ത കുറച്ച് അപ്ഡേറ്റ്സിലോട്ട് പറയാനായിട്ടാണെങ്കിൽ ഡിബ്രൂന നാപ്പോളിയായിട്ടുള്ള മെഡിക്കൽ ഈ ആഴ്ച തന്നെ കണ്ടക്ട് ചെയ്യും, കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്യും എന്നാണ് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് സൂൺ പ്രതീക്ഷിക്കാമെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ട്രാൻസ്ഫർ ലോകത്ത് നടക്കുന്ന വാർത്തകളും മറ്റുമൊക്കെ.
നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.